അമേരിക്കയിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ടാരിഫ് പ്രഖ്യാപനം വന്നു. ഇപ്പോൾ യൂറോപ്പിനും മറ്റുള്ള ടാരിഫിനെ പറ്റി പിന്നീടായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷെ ഒരു ചിത്രം ക്ലിയറായി, ഇന്ത്യക്ക് മുകളിൽ ടാരിഫില്ല. അപ്പോൾ അതാണ് കൃത്യമായിട്ട് ഞാൻ പല ആവർത്തി പറഞ്ഞത്, ട്രംപ് മോഡി ബന്ധം ശക്തമാണ്. അതുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ ഒരു ടാരിഫും ഇല്ലാത്തത്. ഇനി ചൈനയ്ക്കെതിരെ ഉണ്ടായിരിക്കുന്ന 10% ടാരിഫ്, നേരത്തെ ട്രംപ് വന്നപ്പോൾ 10 മുതൽ 15-20% വരെ പല ഐറ്റംസിനും ടാരിഫ് ഏർപ്പെടുത്തിയതാണ് ട്രംപ്. അതോടുകൂടി അവരുടെ ട്രേഡ് എന്ന് പറയുന്ന 10 മുതൽ 12% വരെ ചൈനീസ് ട്രേഡ് താഴോട്ട് പോയി. യാഥാർത്ഥ്യമാണ് ഇതിൻ്റെ സംഭവം. അമേരിക്കയിൽ ഇൻഫ്ലേഷൻ ഉണ്ടായി, യാഥാർത്ഥ്യമാണ്. പിന്നീട് മനസ്സിലാക്കുക, കാനഡയ്ക്കെതിരെയും മെക്സിക്കോക്കെതിരെയും 25% അടിച്ചിട്ടുണ്ട്, അതായത് ടാരിഫ് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം, ഈ ടാരിഫ് 10% ചൈനയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ, അതായത് നേരത്തെ 10, 15, ചിലപ്പോൾ എല്ലാം കൂടി ഇപ്പം 25% മുകളിൽ ചൈനയ്ക്ക് മുകളിൽ ടാരിഫാണ്. അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് ആലോചിക്കാൻ പറ്റും, ഇതെങ്ങനെയാണ് ഇനി ഇന്ത്യയിൽ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പം ബിസിനസ് എക്സ്പേർട്ടുകളും ഈ ഇൻ്റർനാഷണലായിട്ട് വെൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളവർ പറയുന്നത്, ഏകദേശം ചൈനീസ് ട്രേഡ് 5 മുതൽ 8% വരെ കുറയാൻ സാധ്യതയുണ്ട് യൂസുമായിട്ടുള്ള ഡീലിൽ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്, ഇത് ബേസിക്കലി ഇന്ത്യയും കൂടെ സഹായിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഈ ചൈന ഇന്ത്യ ഇഷ്യൂ, അമേരിക്ക ചൈന ഇഷ്യൂവിന് ശേഷം സാംസങ് ആണെങ്കിലും ആപ്പിൾ ആണെങ്കിലും സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിലും, കാരണം ആ ടെൻഷൻ നിലനിൽക്കുന്ന പലരും ഇന്ത്യയിലോട്ട് കയറി വന്നു. ആ സമയത്താണ് നമ്മുടെ പ്രൊഡക്ഷൻ ലിങ്ക് സ്കീം, ഇൻസെൻറ്റീവ് സ്കീം ഉണ്ടായത്. ഈ കമ്പനികൾക്കെല്ലാം നമ്മൾ അതിൻ്റെ ഇൻസെൻറ്റീവായിട്ട് കൊടുക്കാൻ തുടങ്ങി. യാഥാർത്ഥ്യമാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതേപോലെയുള്ള പല കമ്പനികൾക്ക് ഇപ്പം ചൈനയിൽ നിന്നും അമേരിക്കയിലോട്ട്, അതായത് പല അമേരിക്കൻ കമ്പനികളും അവിടെ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ചൈനീസ് കമ്പനികളാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അവർക്ക് ചൈനയിൽ നിന്നും അമേരിക്കയിലോട്ട് പോകുമ്പോൾ ഏകദേശം ഇപ്പോഴത്തെ 10, നേരത്തെ 15, 25% ടാരിഫ് വന്നു കഴിഞ്ഞാൽ ഈ കമ്പനികൾ അധികവും നഷ്ടത്തിലാകും. പിന്നെ അവരുടെ മുമ്പിലുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് കമ്പനികളൊക്കെ വിയറ്റ്നാമിൽ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ത്യയാണ് അവരുടെ അടുത്ത ഓപ്ഷൻ. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലോട്ട് ഈ കമ്പനികൾ ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഏകദേശം 20 മുതൽ 30% വരെയാണ് ഇൻഡസ്ട്രിയൽ എക്സ്പേർട്ടുകൾ പറയുക. കാരണം അവർക്കല്ലാതെ ആ ടാരിഫ് അനുസരിച്ച്, അവിടുത്തെ ടാക്സ് സിസ്റ്റം അനുസരിച്ച് ഈ കമ്പനികൾ ചൈനയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് നഷ്ടമുണ്ടാകും. കാരണം അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബിസിനസ് എന്ന് പറയുന്നത് 1 ട്രില്യന് മുകളിലാണ്. ചൈന എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ഹബ്ബാണ്, ലോകത്തിൻ്റെ മാനുഫാക്ചറിങ് എഞ്ചിനാണ്. ചൈന ഏറ്റവും കൂടുതൽ അവർ മേജറായിട്ട് ചെയ്യുന്നൊരു രാജ്യമെന്ന് പറയുന്നത് അമേരിക്കയാണ്. അപ്പോൾ ഈ അമേരിക്കയിലുള്ള ഈ സംഭവങ്ങൾ, ഈ അവിടെ വരുന്ന ചൈനീസ് പല മാനുഫാക്ചേഴ്സ് അവർക്ക് ഇന്ത്യയിൽ വരുവാണെങ്കിൽ, പക്ഷേ ഇന്ത്യയിൽ വന്നൊരു പ്രശ്നമുണ്ട്. കാരണം ഇവിടെ ഈ ചൈന പോലെ അത്ര ഫാസ്റ്റ് അല്ല കാര്യങ്ങൾ. നമ്മുടെ പോർട്ട് വളരെ ഡിലേ ആണ്, നമ്മുടെ ബ്യൂറോക്രസി ഏറ്റവും അലമ്പാണ്. കാരണം ഡിലേ ഉണ്ട്, ചൈനയിൽ ആ ഡിലേ ഇല്ല. അവിടെ എത്ര ശതമാനം മോദി ഗവൺമെൻറ് പ്രൊആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഈ സാധനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ഡിലേയും, അതേപോലെ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് അതില്ല. ചൈനയിൽ ലക്ഷക്കണക്കിനാണ്, ഇന്ത്യയിൽ അത്ര ആയിട്ടില്ല. ഇന്ത്യ ആവാൻ പോകുന്നേ ഉള്ളൂ. കാരണം അതൊരു മാറ്ററാണ്. പക്ഷേ ഈ പറയുന്ന സെമി കണ്ടക്ടർ ആണെങ്കിലും ആപ്പിളിൻ്റെ ആണെങ്കിലും പല കമ്പനികൾ, അവരുടെ തേർഡ് പാർട്ടി റിസോഴ്സ് ചെയ്യുന്ന കമ്പനികളൊക്കെ ഇന്ത്യയിൽ സക്സസ് ആയി. വിത്തിനെ വളരെ പെട്ടെന്ന് തന്നെയാണ് സക്സസ് ആയത്. മൊബൈലാണെങ്കിലും ഈ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണെങ്കിലും മറ്റുള്ള സംഭവം ഇന്ത്യ വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞ പ്രാവശ്യത്തേക്കാണല്ലോ. അതായത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ മാനുഫാക്ചർ ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറി. മൊബൈൽ മാനുഫാക്ചറിങ് അത് ഞാൻ ഡിസംബറിലെ കണക്ക് ഞാൻ 3 ബില്യന് മുകളിലോട്ടാണ് ഇന്ത്യ കയറിപ്പോയത്, ഡിസംബർ മാസത്തിൽ മാത്രം. അത് നമ്മൾ റെക്കോർഡാണ് ടച്ച് ചെയ്തത്. അത് ഫാർമ സെക്ടർ. അപ്പോൾ ഈ കമ്പനികളൊക്കെ, പല കമ്പനികളും അവിടെ ഔട്ട്സോഴ്സ് ചെയ്ത് പല മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾക്ക് അവിടെ ഇനിയും ബിസിനസ് നടത്തിയാൽ ലാഭം വരത്തില്ല, കാരണം അമേരിക്കയിലൂടെ എക്സ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ അതിനുവേണ്ടി ഏത് രീതിയിലാണ് മോദി ഗവൺമെൻറ് മുന്നോട്ട് ആശയം വെക്കുന്നത്,
ഇവിടെ ഞാൻ പറഞ്ഞ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് സ്കീമും ഒക്കെയുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി കാര്യങ്ങളും ബോധ്യമായിട്ട് കണ്ടിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അങ്ങനാണെങ്കിൽ ഈ പറയുന്ന വലിയൊരു ശതമാനം കമ്പനികളും ചൈനയിൽ നിന്നും ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ബേസിക്കലി ഈ ട്രംപ് കൊടുത്തിരിക്കുന്ന ഇന്ത്യക്ക് ഒരു റെഡ് കാർപ്പറ്റാണ്. കാരണം വലിയൊരു അവസരം ഓപ്പൺ ചെയ്ത് കൊടുത്തേക്കുവാണ്. ഇന്ത്യൻ കമ്പനികൾക്കാണെങ്കിലും ഗവൺമെൻറ്റിനാണെങ്കിലും ഇന്ത്യയിലെ എംപ്ലോയ്മെൻ്റ് ആണെങ്കിലും ഇത് പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യുവാണെങ്കിൽ ഇന്ത്യയുടെ പ്രശ്നം ഏതാണ്ട് മാറിക്കിട്ട് നമ്മൾ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഈ പറയുന്ന 10-20 വർഷമൊന്നും ആരും വിധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 4-5 വർഷം കഴിയുമ്പോൾ നമ്മൾ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറും. അതായത് ചൈനയെ പോലെ തന്നെ നമ്മളും ലോകത്തിലെ ഒരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറും. പക്ഷേ ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് വളരെ പ്രോആക്റ്റീവായിട്ട് ഈ ബ്യൂറോക്രസി ഡിലേ ആണെങ്കിലും പോർട്ടിൽ വരുന്ന സംഭവമാണെങ്കിലും ഷിപ്മെൻ്റ് ആണെങ്കിലും പെട്ടെന്ന് കൈകാര്യം ചെയ്യണം. ഇപ്പം നമുക്ക് റോഡുകളുണ്ട്, ആ റോഡുകൾക്ക് പെട്ടെന്ന് അതിൻ്റെ പണി പൂർത്തിയാക്കാം. കാരണം പെട്ടെന്ന് സാധനം വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ചൈനയിൽ ഞാൻ പല പോർട്ടുകളിൽ പോയി കണ്ടത് എങ്ങനെയാണ് അത് ഓപ്പറേഷൻ. കാരണം അവിടെ രാത്രിയും പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ ഷിപ്സ് ഇങ്ങനെ വരുമോ, 100 കണക്കിന് ഷിപ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക പല പോർട്ടുകളിലായിട്ട്. അത് കണ്ടിരിക്കേണ്ടതാണ് ഈ സംഭവം. അതെനിക്ക് ലോകത്ത് ചൈനയിൽ മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. ഏത് പോർട്ടിൽ പോയാലും വളരെ ആക്റ്റീവാണ് ഈ സംഭവം. പിന്നെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുവാണെങ്കിൽ ചൈന ഈ പല സാധനങ്ങളും ചൈനയിൽ നിന്നാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ ഈ കമ്പനികൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ചൈനീസ് ഗവൺമെൻറ് ഈ സാധനങ്ങൾ ഇന്ത്യയിലോട്ടുള്ള അവരുടെ ഇന്ത്യയിലുള്ള എക്സ്പോർട്ട് ചിലപ്പോൾ അവർ ബാൻ ചെയ്യാൻ സാധ്യത. കാരണം അതിൻ്റെ പേരിലാണ് ഇവിടെ ഉണ്ടാക്കുക. കാരണം വളരെ ക്രൂഷ്യലായിട്ടുള്ള റോ മെറ്റീരിയൽസാണ്. പക്ഷേ ഇന്ത്യയും ചൈനയായിട്ട് ഒരുമിച്ച് പോകാനുള്ള തീരുമാനം ചൈനയ്ക്ക് നേരത്തെ അറിയാം. ട്രംപ് വന്നു കഴിയുമ്പോൾ ഈ ടാരിഫ് വരും, ഇന്ത്യയായിട്ട് ഒരുമിച്ച് പോകാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചൈനീസ് ഗവൺമെൻറ് തന്നെ അവർ തന്നെ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവർ തന്നെ ഫെസിലിറ്റേറ്റ് ചെയ്യും ഈ പറയുന്ന മാനുഫാക്ചറിങ് കമ്പനികൾ ഇന്ത്യയിലോട്ട് പോകാൻ. അതായത് നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ ഫോക്സ്കോൺ ഇന്ത്യ വന്ന സമയത്തും ആപ്പിൾ ആണെങ്കിലും അതിന് മുമ്പ് ഇന്ത്യയിൽ നിന്ന് പല ജോലിക്കാരെ റിക്രൂട്ട് ചെയ്തിട്ട് ചൈനയിൽ കൊണ്ടുപോയിട്ടാണ് ട്രെയിൻ ചെയ്തത്. അവിടുത്തെ മീഡിയയിൽ ഇത് വലിയ വാർത്തയായി. കാരണം ഇവിടെയുള്ള ആൾക്കാരെ കൊണ്ട് ചൈനയിൽ കൊണ്ട് ട്രെയിൻ ചെയ്തിട്ട് അവിടുത്തെ കമ്പനികളെ ഇങ്ങോട്ട് മാറ്റാനാണ്. അത് സത്യമായിരുന്നു ബേസിക്കലി. അങ്ങനെയാണ് ഈ പറയുന്ന ആപ്പിളിൻ്റെയും സാംസങ്ങിൻ്റെയും പല സ്മാർട്ട് ഫോണിൻ്റെയും സംഭവങ്ങൾ. കാരണം ഇന്ത്യയിൽ അത്ര വലിയ സംഭവമില്ല. കാരണം അവിടെയാണ് കൊണ്ട് ട്രെയിൻ ചെയ്തത്. ഇപ്പം ഇന്ത്യയുമായിട്ടുള്ള ചൈനയുടെ ആ ബന്ധം അവർക്കിനി ഒലച്ചിലുണ്ടാക്കാൻ പറ്റില്ല. കാരണം അതിനകത്ത് ട്രംപ് കയറി ഇടപെടും. അതുകൊണ്ട് ചിലപ്പോൾ ചൈനീസ് ഗവൺമെൻറ് ഷീ ജിൻപിങ് ആണെങ്കിൽ ട്രംപ് അതിനകത്ത് വളരെ പോസിറ്റീവാണ്. ഈ ട്രംപിനെ സത്യപ്രതിജ്ഞ ചടങ്ങ് ഇനാഗ്രേഷൻ്റെ അകത്ത് ചൈനീസ് വൈസ് പ്രസിഡന്റ്, ആ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഒരു സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുന്നത്. ഷീ ജിൻപിങ്ങുമായിട്ട് നല്ല ലോഹ്യത്തിലാണ് ഈ ട്രംപ് പോകുന്നത്. ആ ലക്ഷണമാണ് കാണുന്നത്. കാരണം നേരത്തെ 50-60% എന്ന് പറഞ്ഞ് അവരുമായിട്ട് സംസാരിച്ച ശേഷം തന്നെയാണ് ഈ 10% ടാരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അതിനകത്തൊരു വിലങ്ങുതിരിയായിട്ട് അവർ ഇന്ത്യയെ വെക്കാൻ സാധ്യതയില്ല. കാരണം അവർ ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ചൈനയുടെ മൊണോപ്പൊളി, അതായത് ലോകം മുഴുവനും മാനുഫാക്ചറിങ് ഇഞ്ചിൻ അത് പൊളിക്കുക എന്നുള്ള അമേരിക്കയുടെ ആവശ്യമാണ്. ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ബിസിനസ്സുണ്ട്, ജിയോ പൊളിറ്റിക്സ് ഉണ്ട്, മറ്റ് പല ഘടകങ്ങളുണ്ട്. ഇപ്പം എല്ലാം ചൈനയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നാളെ ചൈന ഇത് കൊടുത്തില്ല എങ്കിൽ അമേരിക്ക വിട്ടു. ഇത് അമേരിക്കയിൽ വലിയ ടോക്സ് ഉണ്ടായ സംഭവമാണ്. ചൈന ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു സുപ്രഭാതികളിപ്പോൾ അമേരിക്കയിലെ സ്റ്റോറിൽ പോയി നോക്കുവാണെങ്കിൽ അത് കാണാൻ സാധിക്കും. ഒരു 70-75% ചൈനീസ് സാധനങ്ങൾ അവിടെ ഇരിക്കുന്ന പോലും എല്ലാ സ്റ്റോറുകളിലും. ഇത് പെട്ടെന്ന് നിർത്തുവാണെങ്കിൽ കഴിഞ്ഞാൽ അമേരിക്ക പെട്ടു, അവിടെ സാധനം ഇല്ലാതാവും. ഇപ്പം ഗ്രാജുവലായിട്ട് ഇതിൻ്റെ മാനുഫാക്ചറിങ് 2-3 രാജ്യങ്ങൾ, ഒന്ന് ഇന്ത്യ, ചിലപ്പോൾ വിയറ്റ്നാം, മറ്റു പല രാജ്യങ്ങളിലോട്ട് പോകുമ്പോഴേ, കാരണം ആ പേടി പിന്നെ ലോകത്താർക്കും ഉണ്ടാകത്തില്ല. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഡീലിങ്കിങ് ചൈന എന്ന് പറഞ്ഞ പ്രോസസ്സ് വന്നു കഴിഞ്ഞപ്പോൾ ഇതേപോലെയുള്ള സംശയം യൂറോപ്യൻ പാർലമെൻറ്റിൽ ഉന്നയിച്ചു. അപ്പോൾ അവരും പറഞ്ഞതും ജപ്പാനും പറഞ്ഞത് എല്ലാവരും പറയുന്നത് അപ്പോൾ ഇന്ത്യ അതേപോലെ കൊണ്ടുവരാം. എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങൾ മാനുഫാക്ചർ ചെയ്യാത്തത്? അവിടെ അത് ചെയ്യുമ്പോൾ വളരെയധികം ചാർജ് കൂടുകയാണ്. കാരണം അവിടെ ലേബർ കോസ്റ്റ് കൂടുതലാണ്, മറ്റുള്ള കോസ്റ്റ് കൂടുതലാണ്, പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലാണ്. അവർക്കത് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ പേരിലാണ് ഈ സംഭവം ചൈനയിലോട്ട് എല്ലാം കയറിപ്പോയത്.
പിന്നെ അവരുടെ പോളിസി വളരെ സ്ട്രിക്റ്റ്. ഇതാണ്, വളരെ ഫ്ലെക്സിബിളാണ്. പെട്ടെന്ന് ബിസിനസ് ബേസ്ഡ് ആണ്. ഈ കമ്മ്യൂണിസ്റ്റുകാരന്മാർ പറയുന്ന പോലെ ഒന്നുമല്ല. ബിസിനസ്സാണ് അവരുടെ ആവശ്യം. അപ്പം അമേരിക്കയെ പിണക്കാൻ പറ്റുന്നത് യൂറോപ്പിൻ്റെ ടോട്ടൽ അതിൻ്റെ വോളിയത്തേക്കാളും കൂടുതലാണ്, ഈ ഷെങ്കൻ രാജ്യങ്ങളുടെ വോളിയത്തേക്കാളും കൂടുതലാണ് അമേരിക്കയുടെ ഡിമാൻഡ് ചൈനയെന്ന്. അതുകൊണ്ടാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയാം. അമേരിക്ക എന്ത് പറയുന്നത് കേട്ടോണം. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ടോട്ടൽ എക്കോണമിയുടെ സൈസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് ഇന്ത്യ മൂവ് ചെയ്യുവാണെങ്കിൽ ഏകദേശം 15% ചൈനീസ് കമ്പനി ഇന്ത്യയിൽ വന്നാൽ തന്നെ, എൻ്റെ ഒരു കണക്ക് കൂട്ടലാണ്, അതായത് അമേരിക്കയിലും കാരണം ഈ ടാക്സിൻ്റെ ഈ ടാരിഫിൻ്റെ പ്രശ്നം വരുമ്പോൾ അതും ഇന്ത്യയിൽ വലിയ മാറ്റം ഉണ്ടാക്കും. വലിയ മാറ്റം. ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത പൂർണ്ണമായിട്ടും. കാരണം ഏറ്റവും കൂടുതൽ ജോലി കിട്ടുന്ന ആർക്ക്? ഈ പറയുന്ന IT അതൊന്നുമല്ല. ഈ പറയുന്ന ഗ്രാജുവേഷനും +2 അവർക്കാണ്, ചെറിയ ടെക്നിക്കൽ കോഴ്സും പരിപാടിയുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ജോലി കിട്ടുന്നത്. അപ്പം അതോടുകൂടിയാണ് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് സ്റ്റൈലും ലൈഫ് സ്റ്റൈലും പൂർണ്ണമായിട്ട് കയറി അങ്ങ് മാറും. അതാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അത് ഇന്ത്യയുടെ GDP മാറും ശക്തമായിട്ട്. അങ്ങനെ വരുവാണെങ്കിലാണ് 7-8 വർഷം കൊണ്ട് ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക പവറായിട്ട് ഇന്ത്യക്ക് മാറാൻ കഴിയും. അപ്പം ആ രീതിയിൽ ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് ഈ ചൈനീസ് ടാരിഫിനെ ആണെങ്കിലും കാനഡ ടാരിഫിനെ ആണെങ്കിലും മെക്സിക്കോ ടാരിഫിനെ ഞാൻ നോക്കിക്കാണുന്നത്. കാരണം ഏത് രീതിയിൽ പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു കുതിച്ചുചാട്ടമാണ് പിന്നോട്ട് ഉണ്ടാകും. അപ്പോൾ അമേരിക്ക അത് തുടരുവാണെങ്കിൽ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും ചൈനയെ. അത് വലിയ മാറ്റമാണ് ഗ്ലോബലി ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്നത്.